9 കേന്ദ്രങ്ങൾ 9 ലക്ഷ്യ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു നമുക്കറിയാം ടാർഗറ്റ് പോയിന്റുകൾ 21 പോയിന്റുകൾ 21 ഭീകരവാദ ക്യാമ്പുകളുടെ വിവരങ്ങൾ ഇന്റലിജൻസിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ അവർ ടാർഗറ്റ് ചെയ്തത് കൃത്യം 9 പോയിന്റുകളിലായിരുന്നു. അങ്ങനെ ലക്ഷ്യം കൃത്യമായി 9 കേന്ദ്രങ്ങളായിരുന്നു. 9 കേന്ദ്രങ്ങൾ. അതേസമയം ആക്രമണം എന്നുള്ളത് വ്യാപകമായ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള ആക്രമണമായിരുന്നില്ല, മറിച്ചൊരു പ്രിസിഷൻ സ്ട്രൈക്ക് എന്ന് പറയും. കൃത്യമായി മർമ്മത്തിൽ കൊള്ളാനുള്ള കൃത്യമായ ആക്രമണമാണ് നടത്തിയത്. അതിന്റെ പേലോഡുകളും ആ നിലയ്ക്ക് തന്നെയാണ്. ലക്ഷ്യവേദ്യമായ ആക്രമണം എന്നാണ് നമ്മൾ ഈ ആക്രമണത്തെ പറയുക. അളന്ന് കുറിച്ച് ഇന്ത്യ ആക്രമണം നടത്തുന്നു. കൃത്യമായ 9 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങളെ ലക്ഷ്യം വെച്ച് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് ആയുധങ്ങൾ തൊടുക്കുകയല്ല ചെയ്തത്, മറിച്ച് ക്ലിനിക്കൽ പ്രിസിഷനോട് ഇന്ത്യൻ സൈന്യം പറഞ്ഞത് ഫോക്കസ്ഡ് മെഷേർഡ് ആൻഡ് അൺഎസ്കലേറ്ററി എന്നുള്ളതാണ്. ആ 3 വാക്കുകളാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ വിശേഷിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം എടുത്തത്. അളർന്നു കുറിച്ച കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായ ആ ടാർഗറ്റ് പോയിന്റുകൾ കൃത്യമായി കണ്ടെത്തിയുള്ള ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ന് ഇന്ത്യൻ സൈന്യം കാഴ്ചവെച്ചത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മിലിറ്ററി ടാർഗറ്റും ഉണ്ടായിരുന്നില്ല, മറിച്ച് ടെററിസ്റ്റുകളുടെ ഈ ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ടെററിസ്റ്റ് ലോഞ്ച് പാഡുകൾ, ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ, പാകിസ്ഥാന്റെ ടെറർ ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യം വെച്ച്, പാകിസ്ഥാന്റെ സൈന്യത്തെ ലക്ഷ്യമാക്കാതെ പാകിസ്ഥാന്റെ ടെററിസം ഇൻഫ്രാസ്ട്രക്ചറിനെ ലക്ഷ്യം വെച്ച് ടെറർ ലോഞ്ച് പാഡുകൾ തകർക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇന്ത്യൻ ആക്രമണം ആരംഭിച്ചത്. കൃത്യം 1:04 പുലർച്ചെ 1:04 ആരംഭിച്ച ഇന്ത്യൻ 1:28 അത് അവസാനിച്ചു. ഈ സൈന്യത്തെ മാത്രമല്ല, പഹൽഗാമിൽ എന്താണ് അഭിലാഷം നടന്നത്? സാധാരണക്കാരായ നിരായുധരായ മനുഷ്യർക്ക് നേരെയാണ് ഭീകരവാദികൾ അവരുടെ മതം ചോദിച്ച് പുരുഷന്മാരെ തെരഞ്ഞു പിടിച്ചു കൊന്നുകളഞ്ഞത്. പക്ഷേ ഇന്ത്യയുടെ ആക്രമണം അത് ഭീകരവാദത്തിന് നേരെ മാത്രമാണ്, ഭീകരവാദികൾക്ക് നേരെ മാത്രമായിരുന്നു ഇന്ത്യയുടെ ആക്രമണം. സാധാരണക്കാരനെ ലക്ഷ്യം വെച്ചില്ല, സൈനികരെ ലക്ഷ്യം വെച്ചില്ല. ആദ്യത്തെ ആക്രമണം നടന്ന പോയിന്റാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. മർക്കസ് സുബനല്ലയെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കണം. പാകിസ്ഥാനിലെ പഞ്ചാബിലാണ്, ബഹാവൽപൂരിലാണ്. മർക്കസ് സുബനല്ല എന്ന് പറയുന്നത് മൗലാന മസൂദ് അസറിന്റെ തട്ടകം എന്ന് നമുക്ക് ഒറ്റവാചകത്തിൽ വിശേഷിപ്പിക്കാം. അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം ഈ ബഹാവൽപൂർ എന്ന പോയിന്റ് ആണ്. നമുക്കറിയാം റാഡ്ക്ലിഫ് വിളിച്ച ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി, ആ അതിർത്തിയിൽ നിന്ന് 100.4 കിലോമീറ്റർ അകലെയാണ്. അതായത് ഡിസ്റ്റന്റ് പാകിസ്ഥാനിലാണ് ഈ ബഹാവൽപൂർ കിടക്കുന്നത്. അവിടെ കയറി പാക് മണ്ണിൽ കയറാതെ, പാകിസ്ഥാന്റെ വ്യോമാതിർത്തി കടക്കാതെയാണ് ഇത്രയും ദൂരം റഫാൽ വിമാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ആക്രമിച്ചത്. ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞതുപോലെ മസൂറിന്റെ ഏറ്റവും ബേസ് ക്യാമ്പാണ്, ആയുധ പരിശീലന കേന്ദ്രമാണ് ഈ മർക്കസ് സുബാനുള്ള. മൗലാന മസൂദ് അസർ 1968 പിറന്നു വീണത് ഈ പ്രദേശത്താണ്. അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകം എന്ന് ഞാൻ ബഹാവൽപൂരിനെ പറയാനുള്ള കാരണം ഇതാണ്. അവിടെ ഉണ്ടായിട്ടുള്ള ടെറർ ഇൻഫ്രാസ്ട്രക്ചർ ഇതാണ്. മൗലാന മസൂദ് അസറിനെ പല ഇന്ത്യക്കാരും ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം ഇന്ത്യൻ ജയിലിലായിരുന്നു. ഇന്ത്യയിൽ നടത്തിയ ഭീകരവാദ കുറ്റകൃത്യങ്ങൾക്ക് തുടർന്ന് പാകിസ്ഥാൻ ഭീകരവാദികൾ ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം അഫ്ഗാനിസ്ഥാനിലെ ഖാണ്ടഹാറിലേക്ക് റാഞ്ചി കൊണ്ടുപോയി ഇന്ത്യ ഗവൺമെന്റിനെ വിലപേശി ഇന്ത്യ ഗവൺമെന്റിനൊടുവിൽ കാബൂളിൽ എത്തിച്ചു കൊടുക്കേണ്ടി വന്നു ഈ ഭീകരനെ. അന്നത്തെ മുറിവുകൾ ബാക്കിയുണ്ട്. ഇന്ന് മൗലാന മസൂദ് അസറിനെ ലക്ഷ്യമാക്കി ജയ്ഷെ മുഹമ്മദിന്റെ മർക്കസ് സുബനല്ല ആക്രമിക്കപ്പെടുമ്പോൾ മൗലാന മസൂദ് അസർ തന്നെ ഇന്ന് കണ്ണീരോടെ പറഞ്ഞ കാര്യമുണ്ട്, എന്റെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച്, മൗലാന മസൂദ് അസറിനെ സംബന്ധിച്ച് 14 പേരാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 10 കുടുംബാംഗങ്ങളും 3 കൂട്ടാളികളും 1 കൂട്ടാളിയുടെ അമ്മയും, അങ്ങനെ മൊത്തം 14 പേരാണ് മസൂദ് അസറിനെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഓർക്കണം, പാകിസ്ഥാന് ഭീകരവാദവുമായി ഒരു ബന്ധവുമില്ല എന്ന് അവർ ആവർത്തിച്ച് പറയുമ്പോഴും ഇന്ന് 4 മണിക്ക് പാക് മണ്ണിൽ നടന്ന ഈ മസൂദിന്റെ കുടുംബാംഗങ്ങളുടെയും അനുയായികളുടെയും സംസ്കാര ചടങ്ങിൽ ISIയും പാക് സൈനികരുമാണ് പങ്കെടുത്തിട്ടുള്ളത്. ഭീകരവാദത്തിനൊപ്പം എന്നും പാകിസ്ഥാൻ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് അതിലൂടെ ലോകം കണ്ടത്. പാകിസ്ഥാനെ സംബന്ധിച്ച് മൗലാന മസൂദ് അസറിനെയോ അതുപോലെ തന്നെ ജയ്ഷെ മുഹമ്മദിനെയോ തള്ളാനാവില്ല, ഹഫീസ് സയ്യിദിനെയോ ജമാഅത്ത് ദുവയോ തള്ളാൻ കഴിയില്ല. പാകിസ്ഥാൻ മിലിറ്ററി അപ്പാരറ്റസിന്റെ ഒരു എക്സ്റ്റൻഡഡ് വിങ് ആയിട്ടാണ് ടെറർ ഓർഗനൈസേഷനുകൾ പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടെറർ ഓർഗനൈസേഷനാണ് ജയ്ഷെ മുഹമ്മദ്. മൗലാന മസൂദ് അസറിനെ 99 ഒടുക്കം 2000 ആദ്യം മോചിപ്പിക്കുന്നു. തുടർന്ന് 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെടുന്നു. നമുക്ക് അറിയാം ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, മുംബൈ ഭീകരാക്രമണം, അതിനിടയിൽ നടന്ന അക്ഷർധാം ക്ഷേത്ര ആക്രമണം, അങ്ങനെ ഒരുപാട് ആക്രമണങ്ങളുടെ പരമ്പര. ഒടുവിൽ 2008 മുംബൈയിൽ ഇന്ത്യൻ സിവിലിയന്മാർ 160 പേർ കൊല്ലപ്പെടുന്നു. ഇങ്ങനെ പല ഭീകരവാദ ആക്രമണങ്ങളുടെയും മാസ്റ്റർ മൈൻഡായി പ്രവർത്തിച്ച ഈ മാസ്റ്റർ മൈൻഡിന്റെ താവളം, അദ്ദേഹത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അദ്ദേഹത്തിന്റെ തട്ടകം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. ഈ പെഹൽഗാമുമായി
ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എപ്പോൾ തിരിച്ചടിക്കുമെന്ന ചോദ്യം എപ്പോഴും നമ്മൾ കേട്ടിരുന്നത് ഹാഫിസ് സയ്യിദിനെ ലക്ഷ്യം വെച്ചായിരിക്കും ഇന്ത്യയുടെ ആക്രമണം എന്നായിരുന്നു. പക്ഷേ അങ്ങനെയായിരുന്നു പുറത്തു വന്ന അഭ്യൂഹങ്ങളെങ്കിലും ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഈ കാണുന്ന മൗലാന മസൂദ് അസറിനെ. ടാർഗറ്റ് മസൂദ് ആയിരിക്കും, പക്ഷേ നമുക്ക് അതിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ 10 കുടുംബാംഗങ്ങൾ 4 അടുത്ത അനുയായികളെയാണ് മസൂദിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഇന്ത്യയുടെ ആക്രമണത്തിൽ. 14 പേരെ ബഹാവൽപൂരിലെ മർക്കസ് സുബനള്ളയിൽ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതിൽ നേരത്തെ ആര്യ പറഞ്ഞതുപോലെ 10 കുടുംബാംഗങ്ങൾ, അതായത് സഹോദരിയുടെ ഭർത്താവ്, നെഫ്യൂ, 5 കുട്ടികളും, അങ്ങനെ പിന്നെ 3 കൂട്ടാളികൾ, ഒരു കൂട്ടാളിയുടെ മാതാവ്, അങ്ങനെ 14 പേരെയാണ് നഷ്ടമായിരിക്കുന്നത്. മസൂദ് അസറിനെ 1994 ഇന്ത്യ പിടികൂടുന്നത്. ഇന്ത്യൻ ജയിലിൽ കഴിഞ്ഞിരുന്ന മസൂദ് അസറിനെ വിമാനം റാഞ്ചി ഇന്ത്യൻ എയർലൈൻസിന്റെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവന് വിലപേശിയാണ് നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നത്. യെസ്, അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മർക്കസ് സുബനള്ളയിൽ നടന്ന 15 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ബഹാവൽപൂരിലെ മർക്കസ് സുബനള്ളയിൽ നടന്ന ആക്രമണമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം. രണ്ടാമത്തെ ആക്രമണം മറ്റൊരു ഭീകരവാദ കേന്ദ്രത്തിൽ നടന്നതാണ്. അത് രണ്ടാമത്തെ ഭീകര കേന്ദ്രം മർക്കസ് ഇ തൈബ, അതും പഞ്ചാബിലാണ്. അതെ, പഞ്ചാബിലാണ്. നമ്മളത് ആദ്യത്തേത് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്തെങ്കിൽ ഇനി അടുത്ത ഏറ്റവും ശ്രദ്ധിക്കേണ്ട പോയിന്റ് അത് ഈ കാണുന്ന മർക്കസ് തൈബയാണ്. അത് ലഷ്കർ ഇ തൈബയുടെ പരിശീലന കേന്ദ്രമാണ്, അവരുടെ ആയുധ പരിശീലന കേന്ദ്രമാണ്. അങ്ങനെ മർക്കസ് തൈബ നമ്മുടെ LOCയിൽ നിന്ന് 18 മുതൽ 25 കിലോമീറ്റർ ദൂരത്തിലാണ്, പാകിസ്ഥാന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ ഭീകരവാദ ക്യാമ്പ്. 82 ഏക്കറിലാണ് ഈ ഭീകരവാദ കേന്ദ്രം കിടക്കുന്നത്. അതിനകത്ത് മദ്രസകളുണ്ട്, സ്കൂളുകളുണ്ട്, കൃഷിയിടങ്ങൾ വരെ അവിടെ ഉണ്ട്. വലിയൊരു ടെററിസം കോംപ്ലക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒസാമ ബിൻ ലാദന്റെ സഹായത്തോടു കൂടി തുടങ്ങിയ ഈ തീവ്രവാദ കേന്ദ്രത്തിലാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതികൾ പരിശീലനം സിദ്ധിച്ചത്. അജ്മൽ കസബിന്റെ പേര് നമുക്കറിയാം. അജ്മൽ കസബ് അടക്കമുള്ള ഇന്ത്യയിലേക്ക് വന്ന് മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികൾ, ലഷ്കർ ഇ തോയ്ബ ഓപ്പറേറ്റീവ്സ് ഇവിടെയാണ് പരിശീലനം സിദ്ധിച്ചത്. അജ്മൽ കസബിനെ കൂടാതെ ഡേവിഡ് ഹെഡ്ലിയും തഹാവൂർ റാണയും അടക്കം ഇവിടെ പരിശീലനം സിദ്ധിച്ചിട്ടുണ്ട്. മർക്കസ് ഇ തൈബ, ലഷ്കർ ഇ തൈബയുടെ ബേസ് ക്യാമ്പ് എന്നാണ് മർക്കസ് ഇ തൈബ അറിയപ്പെടുന്നത്. ലഷ്കർ ഇ തൈബയുടെ ബേസ് ക്യാമ്പായ മർക്കസ് തൈബയിലേക്ക് 4 തവണയാണ്, ഇന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം ഓർമ്മയുണ്ടാവും, 4 തവണയാണ് ഇന്ത്യ മിസൈലുകൾ തൊടുത്തിട്ടുള്ളത്. 4 തവണയായി മർക്കസ് തൈബയെ ഏറെക്കുറെ നിശേഷം ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ആക്രമണം നടന്നു. 1:06 ആരംഭിച്ച് 1:10, അത് 4 മിനിറ്റ് ദൈർഘ്യമുള്ള മിസൈൽ ആക്രമണമാണ് ഈ കാണുന്ന മർക്കസ് തൈബയിൽ ഇന്ത്യൻ സൈന്യം നടത്തി. മൾട്ടിപ്പിൾ സ്ട്രൈക്സ് ഇന്ത്യൻ സേന ഈ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. നോക്കി, ഈ പറയുന്നത് പോലെ ഒരു വർഷം ഏകദേശം 1000 പേർക്ക് പ്രവേശനം എന്ന് പറയുന്നത് ഭീകരവാദത്തിലേക്കുള്ള പടിവാതിലാണ്. അവിടെ വെച്ചാണ് അവരെ ടെററിസത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് മതപഠനത്തിന്റെ പേരിൽ അവരെ അവിടേക്ക് കൊണ്ടുവന്നത്. പാകിസ്ഥാൻ അകത്തു നിന്ന് മാത്രമല്ല പുറത്തു നിന്നും പല ലോകരാജ്യങ്ങളിൽ നിന്നും അവരെ അവിടേക്ക് കൊണ്ടുവന്ന് അവർക്ക് ആയുധ പരിശീലനം അടക്കം നൽകുന്ന ബേസ് ക്യാമ്പാണ് അടിച്ച് തകർത്തത് ഇന്ത്യൻ സേന. നമ്മൾ ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ, അതായത് ഈ ഇന്ത്യയുടെ തിരിച്ചടിക്ക് മുൻപും ശേഷവുമുള്ള, അതായത് ഇത്രയും കാലം പാകിസ്ഥാന്റെ ആക്രമണം നമ്മൾ സമാധാനത്തിന്റെയും സഹോദരത്തിന്റെയും ഭാഷയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. നമ്മൾ അടിച്ചാൽ അവർ താങ്ങില്ല എന്നുള്ളതിന് തെളിവായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. മൂന്നാമത്തെ കേന്ദ്രം സർജ ആണ്. അത് തെഹ്റ കലാനിൽ ആണ്. തെഹ്റ കലാനിൽ ജില്ലയിലാണ് ഈ സർജാൽ ഭീകരവാദ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഇതും ജെയ്ഷെ മുഹമ്മദിന്റെ ബേസ് ക്യാമ്പ് തന്നെയാണ്. പഞ്ചാബ് പ്രവിശ്യയിലാണ്. നമ്മുടെ അതിർത്തിയോട് ചേർന്ന സാംബ സെക്ടറിൽ നിന്ന് 6 കിലോമീറ്റർ പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ഈ സർജൽ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് 6 കിലോമീറ്റർ അടുത്താണ്, വളരെ അടുത്താണ് നമ്മുടെ LOCയിൽ നിന്ന്. അതെ, അന്താരാഷ്ട്ര അതിർത്തിയിൽ പഞ്ചാബിലാണ്, POKയിലല്ല, പഞ്ചാബിലാണ് ഈ സർജൽ എന്ന ഭീകര ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഇതിൽ കാണേണ്ട ഒരു കാര്യം, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ, ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ മറവിൽ നടക്കുന്ന ഒരു ടെററിസം ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇത്. എന്ന് മാത്രമല്ല, നുഴഞ്ഞുകയറ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് തെഹ്റ കലാനിലെ ഈ സർജൽ കേന്ദ്രം. ഇവിടെ നിന്ന് തുരങ്കം വഴി ലഷ്കർ ഇ തോയ്ബയുടെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാറുണ്ട്. പ്രാഥമികമായി സർജൽ ഒരു ജെയ്ഷെ മുഹമ്മദ് ഹൈഡൌട്ടാണ്. പാകിസ്ഥാന്റെ സൈനിക സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുന്ന, ഇന്ത്യൻ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് 6 കിലോമീറ്റർ മാത്രം ദൂരെ പ്രവർത്തിക്കുന്ന, തുരങ്കങ്ങളിലേക്ക്, കശ്മീരിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുന്ന ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രമാണ് സർജാൽ.
സർജാലിലാണ് പരിശീലന ആക്രമണം കേന്ദ്രം എന്ന് പറയുമ്പോൾ സാങ്കേതിക വിദ്യ, ഈ ഭീകരവാദികൾക്ക് അതിന്റെ പരിശീലനം നൽകുന്ന ഡ്രോൺ പരിശീലനം ഒക്കെ നൽകുന്ന, അതോടൊപ്പം തന്നെ അതിർത്തിയിലേക്ക് ആയുധ ലഹരി കടത്ത് നടത്തുന്ന ഒരു ക്യാമ്പ് കൂടിയാണ് ഈ മൂന്നാമത്തെ സർജൽ ക്യാമ്പ്. ഇനി നമുക്ക് നാലാമത്തെ ക്യാമ്പിലേക്ക് വന്നാൽ, നാലാമത്തെ ക്യാമ്പ് അത് സിയാൽകോട്ടയിലെ മെഹ്മൂന ജോയ് ക്യാമ്പാണ്. മെഹ്മൂന ജോയ ഹിസ്ബുൾ മുജാഹിദീന്റെ ക്യാമ്പാണ്. അപ്പോൾ ലഷ്കർ ഇ തയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീന്റെ ക്യാമ്പാണ് മെഹ്മൂന ജോയ. ഇത് സിയാൽകോട്ട് ജില്ലയിലാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ISIയുടെയും പാക്ചാര സംഘടനയായ ISIയുടെയും പാകിസ്ഥാന്റെ സൈന്യത്തിന്റെയും സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ടെറർ ക്യാമ്പാണ് മെഹ്മൂബ ജോയ. ഇവിടെയും നുഴഞ്ഞുകയറ്റമാണ് പരിശീലിപ്പിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാരിന്റെ ഒരു സംവിധാനം എന്ന നിലയിലാണ് ഈ ക്യാമ്പ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിന്റെ മറവിലാണ് ഇവിടെ ഭീകരവാദ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും അതിർത്തിയിൽ, പ്രത്യേകിച്ച് പൂഞ്ച്, രജൌരി മേഖലയിലൊക്കെ നുഴഞ്ഞുകയറ്റം ഭീഷണി നമ്മുടെ രാജ്യം നേരിടാറുണ്ട്. അതിനുള്ള പരിശീലനം ഒക്കെ നൽകുന്ന ഒരു ടെററിസ്റ്റ് ക്യാമ്പ്, ബേസ് ക്യാമ്പാണ് ഈ മെഹ്മൂന ജോയ. ഹിസ്ബുൾ മുജാഹിദീൻ ഓപ്പറേറ്റീവ്സ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഹിസ്ബുൾ കമാൻഡറായ മുഹമ്മദ് ഇർഫാൻ ഖാനാണ് ഇവിടുത്തെ മുഖ്യ കമാൻഡർ. മുഹമ്മദ് ഇർഫാൻ ഖാന്റെ നേതൃത്വത്തിൽ 20-25 ഭീകരർ സ്ഥിരമായി ഉണ്ടാകാറുള്ള സ്ഥലമാണ് സിയാൽകോട്ട് ജില്ലയിലെ മെഹ്മൂന ജോയയാണ് ഇന്ത്യ ഇന്നലെ സ്ട്രൈക്ക് ചെയ്ത 4ാമത്തെ ടാർഗറ്റ്. ജമ്മു കശ്മീരിലെ നിരവധി ഭീകരവാദ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഈ ക്യാമ്പിൽ പരിശീലനം നടത്തിയ ഭീകരരാണെന്നും ഇന്ന് ഇന്ത്യൻ സൈന്യം നടത്തിയ ബ്രീഫിംഗിൽ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി നമുക്ക് 5ാമത്തെ പോയിന്റിലേക്ക് വന്നാൽ അത് ബർണാല ജില്ലയിലെ മർക്കസ് അഹ്ല ഹദിത്ത് ആണ്. ഇതാണ് ഇന്ത്യ തിരിച്ചടിച്ച 5ാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. മർക്കസ് അഹ്ല ഹദിത്ത് ആണ്. ഇത് ലഷ്കർ-ഇ-തോയ്ബയുടെ പരിശീലന കേന്ദ്രമാണ്. എലിച്ചിയുടെ പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മർക്കസ് അഹ്ലെ ഹദീത്ത്. പൂഞ്ച് രജൌരി സെക്ടറിലേക്ക് ഇവിടെ നിന്നാണ് ഭീകരവാദികൾ നുഴഞ്ഞുകയറുന്നത്. നുഴഞ്ഞുകയറ്റത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലോഞ്ച് പാഡായി പ്രവർത്തിക്കുന്ന സ്ഥലമാണ് മർക്കസ് അഹ്ലെ ഹദീത്ത്. ഇത് നുഴഞ്ഞുകയറ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. നുഴഞ്ഞുകയറ്റക്കാരും പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ കശ്മീരിലേക്ക്, പൂഞ്ച് രജൌരി മേഖലയിലേക്ക് നുഴഞ്ഞുകയറുന്നതിന് മുമ്പുള്ള ഒരു ഇന്റർമീഡിയറി ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ്, ഈ ഇടത്താവളമായിട്ടാണ് ഈ ബർണാലയിലുള്ള മർക്കസ് അഹ്ലെ ഹദീത്ത് പ്രവർത്തിക്കുന്നത്. 100-150 ഭീകരർ സ്ഥിരമായി ഉണ്ടാകാറുള്ള സ്ഥലം കൂടിയാണ് ഈ മർക്കസ് അഹ്ലെ ഹദീത്ത്. ഇനി നമുക്ക് അടുത്ത 6ാമത്തെ നമ്മുടെ ടാർഗറ്റിലേക്ക് വന്നാൽ അത് ഒരു സെക്കൻഡ് ആര്യ, ഇപ്പോൾ മർക്കസ് അഹ്ലെ ഹദീത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. തകർക്കുന്നതിന് മുൻപും ശേഷവുമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ഇന്ത്യൻ തിരിച്ചടി, എത്രത്തോളം നാശം നമ്മുടെ റഫാൽ വിമാനങ്ങൾ, നമ്മുടെ സൈന്യം പാക് മണ്ണിൽ വിതച്ചു എന്നതിന്റെ കൃത്യമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് അടുത്ത 6ാമത്തെ ടാർഗറ്റ് പോയിന്റ് അത് മർക്കസ് അബ്ബാസ് ആണ്. കോട്ട്ലി ജില്ലയിലെ മർക്കസ് അബ്ബാസ് അത് ജെയ്ഷെ മുഹമ്മദിന്റെ ബേസ് ക്യാമ്പാണ്, അവരുടെ പരിശീലന കേന്ദ്രമാണ്. നമ്മൾ 6ാമതാണ് പറയുന്നത് എങ്കിലും ആര്യ, ആദ്യത്തെ ആക്രമണം നടന്നത് മർക്കസ് അബ്ബാസിലാണ്. കൃത്യം 1:04 ഇന്ന് പുലർച്ചെ 1:04 ആകുമ്പോഴേക്ക് നിയന്ത്രണ രേഖയിൽ നിന്ന് 13 കിലോമീറ്റർ മാത്രം ദൂരത്താണ് ഈ അബ്ബാസ് ടെററിസ്റ്റ് ക്യാമ്പ്. കോട്ട്ലിയിലാണുള്ളത്. പാക് കശ്മീരിലെ കോട്ട്ലിയിൽ നിയന്ത്രണ രേഖയിൽ നിന്ന് 13 കിലോമീറ്റർ ദൂരത്തിൽ പാകിസ്ഥാന്റെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണ് ഇതുള്ളത്. ഈ പ്രധാനപ്പെട്ട കോട്ട്ലിയിലെ ഈ ക്യാമ്പിന്റെ പ്രത്യേകത സൂയിസൈഡ് ബോംബർമാരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സൈന്യം തന്നെ അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ഇതിനെ 50 ഭീകരരെ വരെ പരിശീലിപ്പിക്കുന്ന സ്ഥലമാണ്. ഹാഫിസ് അബ്ദുൾ ഷുക്കൂർ ആണ് ഇതിന്റെ തലവൻ. അദ്ദേഹം ജെയ്ഷെ ഷൂറയുടെ കൗൺസിൽ അംഗം കൂടിയാണ്. കാറി ജറൂർ എന്ന ഒരു ഓമന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. NIA തിരയുന്ന കൊടും ഭീകരൻ കൂടിയാണ് ഈ കാറി ജറാർ. നിയന്ത്രണ രേഖയിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയുള്ള കട്ട്ലിയിൽ ഇന്ത്യയുടെ ആദ്യത്തെ ആക്രമണം നടക്കുന്നത് ഇവിടെയാണ് ഇന്നലെ. അതായത് പൊട്ടിച്ചു തുടങ്ങിയത് ഇവിടെ നിന്നാണ്. 1:04 ആദ്യത്തെ മിസൈൽ പതിക്കുന്നത്. ഇന്ത്യൻ സ്ട്രൈക്കിലെ ഓപ്പറേഷൻ സിന്ദൂരിലെ ആദ്യത്തെ നീക്കം ഇവിടെ നിന്നാണ്. ഇവിടെ POKയിലുള്ള കോട്ട്ലിയിലുള്ള അബ്ബാസിലേക്ക് 50 ഭീകരരെ വരെ പരിശീലിപ്പിക്കുന്ന ഇടമാണ്. അവിടേക്ക് ഇന്നലെ 1:04, ഇന്നലെയല്ല ഇന്ന് നമുക്ക് പറയാം, പുലർച്ചെ 1:04 ആദ്യത്തെ ആക്രമണം നടന്ന സ്ഥലമാണ്. ഇത് ജെയ്ഷയുടെ കേന്ദ്രമാണ്. ഇത് ആക്രമണത്തിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ആക്രമണത്തിന് ശേഷം ഈ മേഖല നിശേഷം തകരുകയും ചെയ്തു. പൂഞ്ച് രജൌരി മേഖലയിലേക്ക് നുഴഞ്ഞു കയറ്റക്കാർക്ക് പരിശീലനം നൽകുന്ന ക്യാമ്പായാണ് ഇത് പ്രവർത്തിച്ചു വന്നിരുന്നത്. അങ്ങനെ ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രിസൈസ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ സർജിക്കൽ അറ്റാക്ക് ആണ് ഇന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയത്. ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് ഈ ഓപ്പറേഷന്റെ പേര്. കാരണം നമുക്കറിയാം, സിന്ദൂരം മായ്ച്ച ആക്രമണമാണ് നടന്നത്.
ഭർത്താക്കന്മാരെ ഭാര്യമാരുടെ മുൻപിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തി. സ്ത്രീകളെ ആരെയും കൊന്നില്ല. സ്ത്രീകൾ എന്തുകൊണ്ട് ഞങ്ങളെ കൊല്ലുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ നീ പോയി നിന്റെ മോദിയോട് പറയൂ എന്ന് ഭീകരൻ ആക്രോശിച്ചു എന്നാണ് കൊല്ലപ്പെട്ട ഒരാളുടെ ഭാര്യ പറഞ്ഞത്. അങ്ങനെ ധാരാളം വിധവമാർ, കല്യാണം കഴിഞ്ഞ് 6 ദിവസം മാത്രമായിട്ടുള്ള ഹിമാൻഷി അടക്കമുള്ള വനിതകൾ അവരുടെ നെറ്റിയിലെ, അവരുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ച ആക്രമണത്തിന്റെ പ്രതികാരമാണ് നമ്മൾ ഇന്ന് കണ്ടത്. നമ്മുടെ നാട്ടുകാരനായ ഒരാളും കൊല്ലപ്പെട്ടു. തീർച്ചയായും ആരതിയുടെ ആത്മധൈര്യമൊക്കെ നമ്മൾ ഇന്ന് കണ്ടതാണ്. അങ്ങനെ നമ്മുടെ സഹോദരിമാരുടെ, നമ്മുടെ അമ്മമാരുടെ സിന്ദൂരം മായ്ച്ചതിന്, അതിനുള്ള അവരുടെ കണ്ണീര് വീണതിന്, ആ ചോരയ്ക്ക് ഇന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകുകയാണ് ഇന്ത്യ. ആരതി നേരത്തെ സംസാരിച്ചിരുന്നു. ആരതി അച്ഛന്റെ ഓർമ്മകളിലാണ് ഇപ്പോഴും. ആരതിയുടെ വാക്കുകൾ ആണെന്ന് അറിഞ്ഞപ്പോൾ ഒരു അഭിമാനവും എന്തോ ഒരു റിലീഫ് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് തോന്നിയത്. കാരണം അച്ഛനില്ലാത്ത ഈ വീട്ടിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛനില്ലാതെ അച്ഛനെയും കൂട്ടി ഞങ്ങൾ പോയ ഒരു ട്രിപ്പിനാണ് അച്ഛനില്ലാതെ ഞാൻ അച്ഛനെ ഒരു കോഫിനിലാക്കി മടങ്ങേണ്ടി വന്നത്. അന്ന് തുടങ്ങി ഇന്ത്യ എപ്പോഴും തിരിച്ചടിക്കുമല്ലോ. അപ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുന്ന അറിയത് എങ്ങനെ അടിക്കും, എല്ലാവരെയും കിട്ടുമെന്നുള്ള ചിന്തകൾ എനിക്കും ഉണ്ടായിരുന്നു. ഞങ്ങളും പറ്റുന്ന സമയത്തൊക്കെ ന്യൂസ് ക്ലോസ്ലി വാച്ച് ചെയ്യണമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടന്നത്, ഇങ്ങനെ ഇന്ത്യയുടെ ഒരു തിരിച്ചടി, അതും ഈ പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ക്യാമ്പ് മാത്രം എയിം ചെയ്ത് നടന്ന ഈ തിരിച്ചടിക്ക് വളരെ വളരെ ഐ എം ബീങ് വെരി പ്രൗഡ് ബീങ് ആൻ ഇന്ത്യൻ അറ്റ് ദിസ് മൊമെൻറ്റ്. ആൻഡ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മണ്ണിൽ, നമ്മുടെ നാട്ടിൽ വെറുതെ ഫോട്ടോയും എടുത്ത് സംസാരിച്ച് ഒരു ഹാപ്പി ആയിരുന്നുള്ള ഒരു മൊമെൻറ്റിനെയാണ് അവരൊരു ഗൺ ഷോട്ടിൽ തീർത്ത് കളഞ്ഞത്. എനിക്കിപ്പോൾ പറയാനുള്ളത്, ഇതേമാതിരി ഇന്ത്യക്കും ഇന്ത്യയിലെ ഇന്നസെൻ്റ് ആയുള്ള ആൾക്കാർക്കും എതിരെ വരുന്ന ഈ ടെററിസ്റ്റ് അറ്റാക്ക്, അത് ഇനിയും ഇന്ത്യ ഇതുപോലെ തന്നെ തിരിച്ചടിക്കണം. ഒരിക്കലും ഈ തീവ്രവാദം വളർത്തണ ഒരു രാജ്യത്തെ, ഇപ്പോൾ പാകിസ്ഥാനാണെന്ന് സഹായിക്കുന്നതെന്ന് നമ്മൾ ന്യൂസിൽ കൂടെ കണ്ടു കഴിഞ്ഞു. അവിടെ തന്നെ പോയി ഈ 9 ക്യാമ്പുകൾ തകർക്കുന്നു. അപ്പോൾ ഇത് ഇനിയും തുടരണം. തീവ്രവാദം ഇന്ത്യയിലേക്ക് ഇങ്ങനെ തീവ്രവാദികൾ വന്നാൽ ഇതായിരിക്കും ഇന്ത്യയുടെ മറുപടി എന്ന് കാണിക്കുന്ന ഈ ഒരു ആക്ട് ഇങ്ങനെ തന്നെ മൂവ് ഫോർവേഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് എ ബിഗ് സല്യൂട്ട് ടു ദ പ്രൈം മിനിസ്റ്റർ, ടു ദ ഗവൺമെൻറ് ഓഫീഷ്യൽസ് ആൻഡ് ടു ദ ആർമി. ബിക്കോസ് ഞാൻ കണ്ടതാണ് എങ്ങനെയാണ് ആർമി അവിടെ വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ നമ്മൾ കേരളത്തിലിരുന്ന് ഇതൊക്കെ നമ്മൾ ഇതേമാതിരി അറ്റാക്ക് ഉണ്ടാക്കുമ്പോൾ വിക്ടിംസ് പറയണത് ന്യൂസ് ചാനലിൽ കൂടെയും പിന്നെ മൂവീസും അതൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് ഈ അനുഭവം വരുമ്പോൾ ആണ് എന്തോരം അവർ പ്രവർത്തിക്കണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവണത്. അപ്പോൾ വെരി പ്രൗഡ്. ആൻഡ് ഐ തിങ്ക് ഓൾ ദി ഇന്ത്യൻസ്, വിക്ടിംസ് മാത്രമല്ല നമ്മളെല്ലാവരും ഇന്ത്യക്കാർക്ക് ഇതൊരു പ്രൗഡ് മൊമെൻ്റ് ആണെന്ന് വിചാരിക്കുന്നു. ജയ് ഹിന്ദ്. ആരതി ധീരമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ? ഇന്ന് മാത്രമല്ല, അന്നും ആരതിയുടെ വാക്കുകൾ രാജ്യം ഏറ്റെടുത്ത വാക്കുകളായിരുന്നു. കാരണം മതം ചോദിച്ച ആ ഭീകരവാദികൾ പുരുഷന്മാരെ കൊന്നുകളഞ്ഞപ്പോൾ നമ്മുടെ മതേതരത്വത്തിന് നേരെ കൂടിയായിരുന്നു ആ ആക്രമണം. പക്ഷേ ആരതിയും ആസിഫും എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെ കൂടി നമ്മൾ ചെറുത്തു, നമ്മുടെ രാജ്യം ചെറുത്തു. നമ്മൾ 6 ടാർഗറ്റുകളാണ് പറഞ്ഞത്. 7ാമത്തെ ടാർഗറ്റ് മസ്കർ റഹീൻ ഷാഹിദ് എന്ന കോട്ട്ലിയിലെ തന്നെ കേന്ദ്രമാണ്. ഇത് ഹിസ്ബുൾ മുജാഹിദീൻ്റെ കേന്ദ്രമാണ്. ഗുൽപൂർ ക്യാമ്പാണ് കോട്ട്ലിയിലെ. ഇതാണ് 2ാമത്തെ സ്ട്രൈക്കിൽ തകർന്നത്. 1-8 ആദ്യത്തെ ആക്രമണം, 1-8 രണ്ടാമത്തെ ആക്രമണം. ഈ ഗുൽപൂരിലെ ഈ ക്യാമ്പ് ലക്ഷ്യം വെച്ച് ഹിസ്ബുൾ മുജാഹിദീൻ്റെ ഭീകര പരിശീലന കേന്ദ്രം. ആയുധ പരിശീലനം നൽകുന്ന തീവ്രവാദ ക്യാമ്പാണിത്. 150 മുതൽ 200 പേര് ഒരേ സമയം ഇവിടെ ഭീകരർ ഉണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും പഴക്കമുള്ള, ഓപ്പറേഷണലായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പഴക്കമുള്ള ഭീകരവാദ ക്യാമ്പ് കൂടിയാണ് ഈ മസ്കർ റഹീൻ ഷാഹിദ് എന്ന് പറയുന്ന തീവ്രവാദ ക്യാമ്പ്. മലനിരകളിലെ ഏറ്റുമുട്ടലിന് ഇവിടെ ഭീകരർക്ക് പരിശീലനം നൽകുന്നു. അതോടൊപ്പം തന്നെ സ്വാഭാവികമായും പലതരത്തിലുള്ള വെല്ലുവിളികൾ അതിജീവിക്കാനുള്ള കായികക്ഷമത അടക്കമുള്ള പരിശീലനവും ഈ ബേസ് ക്യാമ്പിൽ ഭീകരവാദികൾക്ക് നൽകി വരികയാണ്. നിയന്ത്രണ രേഖയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് പാക് അധീന കശ്മീരിലാണ് ഈ ടെറർ കേന്ദ്രമുള്ളത്. ഇവിടെ ഹിസ്ബുൾ മുജാഹിദീനും ലഷ്കർ ഇ തോയ്ബയും രണ്ടുപേരുടെയും ഓപ്പറേറ്റീവ്സ് പ്രവർത്തിക്കുന്നുണ്ട്. കൺട്രോൾ സെന്ററായി പ്രവർത്തിക്കുന്നു. ഒപ്പം ഇത് ഒരു ഫിസിക്കൽ എക്സർസൈസിന്റെ, ഇവരുടെ ഒരു തരത്തിലുള്ള ശാരീരിക ക്ഷമതയൊക്കെ നിലനിർത്തുന്നതിനുള്ള ഒരു പരിശീലന ക്യാമ്പായി പ്രവർത്തിക്കുകയായിരുന്നു മസ്കർ റഹീൻ ഷാഹിദ് കോട്ട്ലിയിൽ. ആക്രമണത്തിന് മുൻപുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും അതിനുശേഷമുള്ള ദൃശ്യങ്ങൾ കാണാനൊന്നുമില്ല, പൂർണ്ണമായും നാമാവശേഷമാക്കിയിട്ടുണ്ട്. നമുക്ക് 8ാമത്തെ ക്യാമ്പിലേക്ക് വന്നാൽ അത്
സവായ് നല്ല ക്യാമ്പാണ്, മുസഫറാബാദിലെ ക്യാമ്പാണ് 8ാമത്തെ ഇന്ത്യയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. മക്കധീന കശ്മീരിന്റെ തലസ്ഥാനമായ മുസഫറാബാദിൽ നടക്കുന്ന ലഷ്കർ ഇ തയ്ബയുടെ, അതും ലഷ്കർ ഇ തയ്ബയുടെ ക്യാമ്പാണ്. ലഷ്കറിന്റെ റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി മുസഫറാബാദിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രമാണിത്. ലഷ്കറിന്റെ രജിസ്ട്രേഷനും റിക്രൂട്ട്മെന്റും നടത്തുന്നു. ഒപ്പം ഇവിടെയാണ് മതപഠനവും ശാരീരിക പരിശീലനവും അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. ഒരു സെമിനാരി പോലെയാണ് പ്രവർത്തിക്കുന്നത് ഷവായ് നല്ല ക്യാമ്പ്. ഇവിടെ മതപഠനം നടത്തുന്നു, ശാരീരിക പരിശീലനമുണ്ട്, സാങ്കേതിക കാര്യങ്ങളുടെ പരിശീലനമുണ്ട്, ഒപ്പം പാക് സൈന്യത്തിന്റെ അസിസ്റ്റൻസും ഉണ്ട്. 2000-ലാണ് ഈ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചത്. GPS ട്രെയിനിങ്, സാങ്കേതിക പരിശീലനം, മാപ്പ് റീഡിംഗ്, അതൊക്കെയാണ് ഇവിടെ ഭീകരവാദികൾക്ക് നൽകി വരുന്നത്. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടെ കശ്മീരിന്റെ നോർത്തേൺ ഭാഗത്തുണ്ടാകുന്ന ആക്രമണങ്ങൾക്കൊക്കെ പ്ലാനിംഗ് ആൻഡ് പ്ലോട്ടിംഗ് നടക്കുന്ന ക്യാമ്പ് കൂടിയാണ് ഈ ഷവായ് നല്ല ക്യാമ്പ്. ഷവായ് നല്ല ക്യാമ്പാണ് 8ാമത്തെ ടാർഗറ്റ് ആയത്. ഇത് പാക് അധീന കശ്മീരിൽ മുസഫറാബാദിലാണ്. ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റ് സെന്റർ എന്നുള്ള നിലയിലാണ് ഷവായ് നല്ല ക്യാമ്പിന്റെ പ്രാധാന്യം. 8ാമതായി ഇന്ത്യ സ്ട്രൈക്ക് ചെയ്തത് ഈ ഷവായ് നല്ല ക്യാമ്പാണ്. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിലെ ഭീകരവാദികൾക്ക് പരിശീലനം ഇവിടെ നിന്ന് ലഭിച്ചുവെന്ന വിവരവും വരുന്നുണ്ട്. അവർക്ക് പരിശീലനം നൽകിയത്, ആ തീവ്രവാദികൾക്ക്, ആ കൊടും കുറ്റവാളികൾക്ക് പരിശീലനം നൽകിയത് ഈ ഷവായ് നല്ല ക്യാമ്പിൽ വെച്ചായിരുന്നു. 9ാമത്തെ ടാർഗറ്റിനെ കുറിച്ച് സംസാരിച്ചാൽ അത് ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പാണ്. മർക്കസ് സെയ്ദ്ന ബിലാൽ. അത് ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പാണ്. കശ്മീരിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപുള്ള താവളമാണ്. മുസഫറാബാദിൽ നിന്ന് പോവുകയാണെങ്കിൽ റെഡ് ഫോർട്ടിന് എതിർവശത്തായാണ് ഈ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. പാക് അധീന കശ്മീരിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകരവാദ ക്യാമ്പ് കൂടിയാണ് ഈ മർക്കസ് സെയ്ദ് ബിലാൽ ക്യാമ്പ് എന്ന് പറയുന്നത്. മുഫ്തി അസറിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ മർക്കസ് സെയ്ദ്ന ബിലാൽ പ്രവർത്തിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിന് പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് മർക്കസ് സെയ്ദ്ന ബിലാൽ. ജെയ്ഷെ തലവൻ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നു. ഒപ്പം പാകിസ്ഥാന്റെ സൈനിക സഹായവും പരിശീലനവും ഉണ്ട്. അറ്റ് എ ടൈം 50-100 ഭീകരർ വരെ ഇവിടെ ഈ ക്യാമ്പിൽ ഉണ്ടാകാറുണ്ട്. അതുകൂടിയാണ് 9ാമത്തെ ടാർഗറ്റ് എന്നുള്ള നിലയിൽ മർക്കസ് സെയ്ദ്ന ബിലാൽ ലക്ഷ്യം വെക്കുമ്പോൾ അവിടെയുള്ള ഭീകരരെയാണ് കൃത്യമായി സ്പെസിഫിക് ആയി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ ലക്ഷ്യം വെച്ച, ഇന്ത്യ തകർത്ത 9 ഭീകരവാദ ക്യാമ്പുകളുടെ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യൻ സൈന്യത്തിന്റെ ബ്രീഫിംഗ് വളരെ കൃത്യമായിരുന്നു. ഒരു സംശയത്തിനും ഇട നൽകാതെ എന്തുകൊണ്ട് ഈ 9 കേന്ദ്രങ്ങൾ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന അന്താരാഷ്ട്ര സമൂഹത്തിന് കൂടി കൃത്യമായ മറുപടിയാണ് ഇന്നത്തെ ബ്രീഫിംഗിലൂടെ ഇന്ത്യ നൽകിയത്.